സ്കൂളുകളിൽ സൂംബ ഡാൻസുമായി സർക്കാർ മുന്നോട്ട്. സ്കൂൾ യൂണിഫോമിൽ ചെയ്യുന്ന സൂംബയെ എതിർക്കേണ്ടതില്ലെന്നും മതസംഘടനകളുടേത് ആടിനെ പട്ടിയാക്കുന്ന നിലപാടാണെന്നും മന്ത്രി വി ശിവൻകുട്ടി രൂക്ഷമായി വിമർശിച്ചു. എന്നാൽ സൂംബ നൃത്ത പരിശീലനം ധാർമ്മികതയ്ക്ക് ക്ഷതമേൽപ്പിക്കുന്നെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് സമസ്തയുടെ യുവജന വിഭാഗം. കരുതലോടെ പ്രതികരിച്ചാൽ മതിയെന്നാണ് മുസ്ലിം ലീഗിന്റെ തീരുമാനം. മാനസിക ശാരീരിക ഉന്മേഷവും ആരോഗ്യവും ഉറപ്പുവരുത്തുന്ന സൂംബ നൃത്തവുമായി മുന്നോട്ടു പോകാനാണ് സർക്കാർ തീരുമാനം. വിദ്യാഭ്യാസ അവകാശ നിയമമനുസരിച്ച് വകുപ്പ് നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ ചെയ്യുകയേ നിവൃത്തിയുള്ളൂവെന്നും രക്ഷിതാക്കൾക്ക് അതിൽ അഭിപ്രായം പറയാനാവില്ലെന്നും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. എന്നാൽ ആശയക്കുഴപ്പമുണ്ടെങ്കിൽ എല്ലാവരുമായും ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് പറഞ്ഞ മന്ത്രി താല്പര്യമില്ലാത്തവർക്ക് മാറി നിൽക്കാമെന്നും വ്യക്തമാക്കി. അതേസമയം സ്കൂളുകളിൽ നിന്ന് പദ്ധതി പിൻവലിക്കില്ല. വിവിധ തരത്തിലുള്ള ഡാൻസുകൾ ഉൾപ്പെടെയുള്ള ദീർഘനേരം നീണ്ടു നിൽക്കുന്ന കായിക പ്രവർത്തനങ്ങളിൽ സ്ഥിരമായി ഏർപ്പെടുന്നത് ഏറെ നല്ലതാണ്. ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാണ്. ഇപ്പോൾ സർക്കാർ കൈക്കൊണ്ട നിലപാടുമായി മുന്നോട്ട് പോകുന്നതാണ്. എന്നാൽ സൂംബ നൃത്ത പരിശീലനം ധാർമ്മികതയ്ക്ക് ക്ഷതമേൽപ്പിക്കുന്നതാണെന്നാണ് സുന്നി യുവജന വിഭാഗത്തിന്റെ നിലപാട്. ഇത്തരമൊരു ഡാൻസ് രൂപം കൊണ്ടുവരുന്നതിന്റെ ലക്ഷ്യം ഇതിലൂടെ ഒളിച്ചു കടത്താൻ ശ്രമിക്കുന്ന ജെൻഡർ പൊളിറ്റിക്സിന്റെ ഭാഗമാണോ ഇത് എന്ന് തീർച്ചയായും സംശയിക്കേണ്ടതുണ്ട്. സൂംബ നൃത്ത വിവാദത്തിൽ കരുതലോടെ നീങ്ങുകയാണ് മുസ്ലിം ലീഗ്. പരസ്യ പ്രതികരണങ്ങൾ നടത്തി വിഷയം കൂടുതൽ ചർച്ചയാക്കേണ്ടതില്ലെന്നാണ് ലീഗ് നിലപാട്. റിപ്പോർട്ടർ, കോഴിക്കോട്.